After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the SDF rate shall remain unchanged. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ പ്രഖ്യാപനം. തുടർച്ചയായി നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിപ്പോ നിരക്ക് 5.25% തന്നെ നിലനിർത്തുകയാണ് RBI. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വേഗത കൂട്ടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സമീപനം. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ അനുമാനം സെൻട്രൽ ബാങ്ക് ഉയർത്തിക്കാട്ടിയത് ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ അടിത്തറയിലാണ് മുന്നേറുന്നതെന്ന് വ്യക്തമാക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.7% RBIയുടെ പ്രവചനം. തുടർച്ചയായ 4ാം തവണയാണ് RBI റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ നിലനിർത്തുന്നത്. നിരക്ക് കൂട്ടാതിരുന്നതോടെ ഭവന വായ്പകൾ, വാഹന വായ്പകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവയുടെ തിരിച്ചടവ് തുകയിൽ വർധനവുണ്ടാകില്ല. സാധാരണക്കാരുടെയും ഇടത്തരം കുടുംബങ്ങളുടെയും ബജറ്റിന് ഇത് വലിയ ആശ്വാസമായിരിക്കും. പലിശ നിരക്കുകളിൽ പെട്ടെന്ന് വലിയ മാറ്റം വരുത്താത്തത് സംരംഭകർക്കും വ്യവസായികൾക്കും പുതിയ നിക്ഷേപകർക്കും വായ്പകൾക്ക് കൃത്യമായ ഒരു ആസൂത്രണം നടത്താൻ കഴിയും. ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ നിരക്കുകളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ന്യൂട്രൽ നയനിലപാട് തുടരുന്നതിലൂടെ വിപണിയിലേക്ക് ആവശ്യത്തിന് പണലഭ്യത ഉറപ്പാക്കാനും അതുവഴി ഉൽപ്പാദന മേഖലയെയും തൊഴിലവസരങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും RBIക്ക് സാധിക്കുന്നുണ്ട്. വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതാണ് പലിശ നിരക്കുകൾ ഉയർത്തേണ്ട സാഹചര്യം ഒഴിവാക്കിയത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം റിസർവ് ബാങ്കിന്റെ സുരക്ഷിത പരിധിക്കുള്ളിൽ നിലനിർത്താൻ നടത്തിയ ശ്രമങ്ങളും ഫലം കണ്ടിട്ടുണ്ട്. ആഗോള സാഹചര്യങ്ങൾ കാരണം വിലക്കയറ്റം ഒരു ഭീഷണിയായി തുടരുന്നതിനാലാണ് നിരക്ക് കുറയ്ക്കാനാവാത്തതും. നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുമ്പോഴും ചില ആഗോള ഘടകങ്ങളെ നമ്മൾ കരുതലോടെ കാണണം. ആഗോള വിപണിയിലെ അസ്ഥിരതകൾ, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, വിദേശ നിക്ഷേപത്തിലെ മാറ്റങ്ങൾ എന്നിവ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാം. അതിനാൽ പണപ്പെരുപ്പം വീണ്ടും ഉയരാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്. സാമ്പത്തിക വളർച്ചയും വിലസ്ഥിരതയും തമ്മിലുള്ള കൃത്യമായ സന്തുലിതാവസ്ഥയാണ് RBIയുടെ പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നത്. നിലവിലെ സാമ്പത്തിക അടിത്തറ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ സർക്കാരും റിസർവ് ബാങ്കും നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്തെ സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാക്കും.